INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ A.O. ഹ്യൂം, അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ A.O. ഹ്യൂം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറിയും A.O. ഹ്യൂം. 1885 നടന്ന INCയുടെ ആദ്യ പ്രസിഡന്റ്. അപ്പോൾ INCയുടെ ആദ്യ പ്രസിഡന്റ് W.C. ബാനർജി. INCയുടെ രൂപീകരണത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ. 1884. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം. അപ്പോൾ INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെ. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിൽ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിൽ, ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി പ്ലേഗ്. INCയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. INCയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ G.P. പിള്ളയാണ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ G.P. പിള്ള. കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം സുരക്ഷാ വാൽവ് സിദ്ധാന്തം. കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം സേഫ്റ്റി വാൽവ് തിയറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ. 1887 കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് ആശംസിച്ച വൈസ്രോയി ഡെഫറിൻ പ്രഭു. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയി ഡെഫറിൻ പ്രഭു. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആനന്ദ മോഹൻ ബോസ്. കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം 1908 മദ്രാസ് സമ്മേളനം. അപ്പോൾ 1908 മദ്രാസ് സമ്മേളനത്തിലാണ് കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയത്. 1908 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. 1901 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ദീൻഷാ ഇ വാച്ച. സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം 1905 സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനം. അപ്പോൾ 1901 കൽക്കട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ ദീൻഷാ ഇ വാച്ച. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനം. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനം. നെഹ്റു പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനം. 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോഴേ കോൺഗ്രസ് അധ്യക്ഷൻ BN ദാർ. ബംഗാൾ വിഭജനത്തിനെതിരെ കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ സ്വരാജ്യം, സ്വദേശി. കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയത് 1906 കൊൽക്കത്ത സമ്മേളനത്തിൽ. കോൺഗ്രസ് സ്വരാജ് എന്ന പേരിലെ പ്രമേയം പാസാക്കിയത് 1906 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനം. ഗവൺമെന്റിനെതിരെ നടത്തുന്ന യോഗങ്ങൾ തടയാനായി സെഡീഷ്യസ് മീറ്റിംഗ് ആക്ട് പാസാക്കിയത് 1907. ഇനി വരുന്നത് മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾ ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബഹ്റുദ്ദീൻ തിയാബ്ജി, W.C. ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ. തീവ്രവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്. INCയുടെ ആദ്യ പ്രസിഡന്റ് W.C. ബാനർജി. 1885 ബോംബെ. INCയുടെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. 1886 കൊൽക്കത്ത.
INCയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി 1887 മദ്രാസ്. INCയുടെ ആദ്യ വിദേശ പ്രസിഡന്റ് ജോർജ് യൂൾ. INCയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ 1888 അലഹബാദ്. INCയുടെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ. 2 പ്രാവശ്യം INCയുടെ പ്രസിഡന്റായ വിദേശി വില്യം വെഡർബേൺ. INCയുടെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്തചാർലു 1891. 2 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തി WC ബാനർജി. INCയുടെ പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ് 1894. INCയുടെ പ്രസിഡന്റായ ആദ്യ മലയാളി ശ്രീ ശങ്കരൻ നായർ 1897 അമരാവതി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ലളിത് വംശജൻ D സജീവയ്യ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് JB കൃപലാനി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് JB കൃപലാനി. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ. 1907 സൂററ്റ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ രാഷ് ബിഹാരി ഘോഷ്. ആദ്യത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനം നടന്നത് 1916 ലക്നൗ. ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായത് ദാദാഭായ് നവറോജി. ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായത് ദാദാഭായ് നവറോജി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായത് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷപദം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായത് സോണിയാഗാന്ധി. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷപദം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായത് സോണിയാഗാന്ധി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹി. ഇനി വരുന്നത് പ്രധാന INC സമ്മേളനങ്ങൾ. 1885. അപ്പോൾ INCയുടെ ആദ്യ സമ്മേളനം 1885. പ്രസിഡന്റ് WC ബാനർജി. നടന്നത് ബോംബെ. അതിനുശേഷം 1886 ദാദാഭായ് നവറോജി കൊൽക്കത്ത. അപ്പോൾ 1886 സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. നടന്നത് കൊൽക്കത്ത. 1887 ബദറുദ്ദീൻ തിയാബ്ജി മദ്രാസ്. 1888 സർ ജോർജ് യൂൾ അലഹബാദ്. 1889 വില്യം വെഡർബേൺ ബോംബെ. 1891 പി അനന്തചാർലു നാഗ്പൂർ. 1892 WC ബാനർജി അലഹാബാദ്. 1893 ദാദാഭായ് നവറോജി ലാഹോർ. 1896 റമത്തുള്ള സയാനി കൊൽക്കത്ത. 1897 ചേറ്റൂർ ശങ്കരൻ നായർ അമരാവതി. 1901 ദിൽഷാ ഇ വാച്ച കൊൽക്കത്ത. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ ബനാറസ്. 1906 ദാദാഭായ് നവറോജി കൊൽക്കത്ത. 1907 റാഷ് ബിഹാരി ഘോഷ് സൂററ്റ്. 1909 മദൻ മോഹൻ മാളവ്യ ലാഹോർ. 1911 BN ദാർ കൊൽക്കത്ത. 1912 RN മതോൽക്കർ ബങ്കിപ്പൂർ. 1916 AC മജൂംദാർ ലക്നൗ. 1917 ആനി ബസന്റ് കൊൽക്കത്ത. 1918 മദൻ മോഹൻ മാളവ്യ ഡൽഹി. 1920 ലാല ലജ്പത് റായ് കൊൽക്കത്ത. 1922 CR ദാസ് ഗയ. 1924 മഹാത്മാഗാന്ധി ബൽഗാം. 1925 സരോജിനി നായിഡു കാൺപൂർ. 1928 മോത്തിലാൽ നെഹ്റു കൽക്കട്ട. 1929 ജവഹർലാൽ നെഹ്റു ലാഹോർ. 1929 ജവഹർലാൽ നെഹ്റു ലാഹോർ. 1931 സർദാർ വല്ലഭായ് പട്ടേൽ കറാച്ചി. 1933 നെല്ലിസൻ ഗുപ്ത കൊൽക്കത്ത. 1937 ജവഹർലാൽ നെഹ്റു ഫൈസ്പൂർ.
1938 സുഭാഷ് ചന്ദ്രബോസ് ഹരിപുര. 1939 സുഭാഷ് ചന്ദ്രബോസ് ത്രിപുരി. 1946 JB കൃപലാനി മീററ്റ്. 1948 പട്ടാഭി സീതാരാമയ്യ ജയ്പൂർ. 1955 UN ദേബാർ ആവടി. 1959 ഇന്ദിരാഗാന്ധി ഡൽഹി. 1985 രാജീവ് ഗാന്ധി മുംബൈ. INCയുടെ 100ാം വാർഷികത്തിൻ്റെ അധ്യക്ഷൻ രാജീവ് ഗാന്ധി. 1998 സോണിയാഗാന്ധി ഡൽഹി. INCയുടെ വനിതാ സാരഥികൾ. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. 1917 കൊൽക്കത്ത. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. 1925 കാൺപൂർ. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. INCയുടെ പ്രസിഡന്റായ മൂന്നാമത്തെ വനിത നെല്ലിസെൻ ഗുപ്ത. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വനിത INC പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി. അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വനിത INC പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി. 1959 ഡൽഹി. വന്ദേ മാതരം ദേശീയ ഗീതം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച INC സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. അപ്പോൾ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 കൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സായിനി. അപ്പോൾ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സായിനി. ജനഗണമന ആദ്യമായി ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ BN ദാർ. ഡൽഹി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് 1918. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം 1920 കൽക്കട്ട സമ്മേളനം. അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനം കാക്കിനട. 1923 അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ പരിപാടിയായി അംഗീകരിച്ചത് കാക്കിനട സമ്മേളനം 1923. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം 1929. 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ത്രിവർണ പതാക ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർത്തിയത് നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. അടുത്തടുത്ത സമ്മേളനങ്ങളിൽ INC പ്രസിഡന്റായ അച്ഛനും മകനും മോത്തിലാൽ നെഹ്റു 1928, ജവഹർലാൽ നെഹ്റു 1929. ഹിന്ദി INCയുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്ത സമ്മേളനം 1925 കാൺപൂർ സമ്മേളനം. സൈമൺ കമ്മീഷനെ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം മദ്രാസ് സമ്മേളനം 1927. മൗലിക അവകാശങ്ങളെ പറ്റി ഒരു പ്രമേയം കോൺഗ്രസ് പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനം. ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങൾ ന്യൂഡൽഹി സമ്മേളനം 1932, കൽക്കട്ട സമ്മേളനം 1933. ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങൾ ന്യൂഡൽഹി സമ്മേളനം, കൽക്കട്ട സമ്മേളനം 1932-33. ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനം 1936 ഫൈസ്പൂർ സമ്മേളനം. പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. 1937 ഫൈപൂർ സമ്മേളനം നടന്നതെന്ന പരാമർശവും നിലനിൽക്കുന്നുണ്ട്. ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം 52ാം സമ്മേളനം 1939 ത്രിപുരി. 1939 കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നേതാജി പരാജയപ്പെടുത്തിയത് പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ പട്ടാഭി സീതാരാമയ്യയെ 1939 കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നേതാജി പരാജയപ്പെടുത്തി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സോണിയാഗാന്ധിയുടെ യഥാർത്ഥ നാമം എഡ്വിൻ ആന്റോണിയ അൽബീന മെയ്നോ.
തുടർച്ചയായി 2 സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജ് ബിഹാരി ഘോഷ്. കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് രാജീവ് ഗാന്ധി 1985. പട്ടാഭി സീതാരാമയ്യയുടെ പ്രധാന കൃതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം. സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് 1965 ആവടി സമ്മേളനം. ആവടി സമ്മേളനത്തിന്റെ കോൺഗ്രസ് അധ്യക്ഷൻ UN ദൈബാർ. 1948 ജയ്പൂർ സമ്മേളനത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ പട്ടാഭി സീതാരാമയ്യ.